Hello, my dear students. Welcome back to Eagle Learning. ഏഗിളിലെ എല്ലാ മക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഹാപ്പി ന്യൂ ഇയറിൽ ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ എന്നുള്ളത് പല മക്കളുടെയും ഡൗട്ട് ആണ്. സാർ ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ വാങ്ങും. ഇനി പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ? സാർ എക്സാമിന് എത്ര ദിവസം ഉള്ളത്? അപ്രോക്സിമേറ്റ്ലി 2 months ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്രോക്സിമേറ്റ്ലി 2 months ആണ് ബോർഡ് എക്സാമിനുള്ളത്. ഈ 2 months നിങ്ങൾ വളരെ വൈസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം ആൻഡ് ഡേ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനുള്ള അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ കൃത്യമായിട്ട് എന്താക്കുക, ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി എന്താക്കുക, സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ സ്റ്റഡി പ്ലാൻ എന്താ നമുക്ക് നോക്കാം സാറേ. തീർച്ചയായിട്ടും. ഓക്കെ, സോ ചാപ്റ്റേഴ്സ് ഇവിടെ നമ്മൾ അധികവും കുട്ടികൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ സാറേ, ഇവർ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡിഫറൻസിയേഷനിലോ ഇന്റഗ്രേഷനിലോ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ മേലെ കുറെ ദിവസം ഒരു 3, 4, 5 ദിവസം അതിന്റെ മാനേജ്മെന്റ് ചെയ്യും. മക്കൾ ചോദിക്കുന്നതാണ്, സാർ ഞാൻ ഇന്റഗ്രേഷൻ ആദ്യം പഠിക്കട്ടെ, ആദ്യം പഠിക്കേണ്ടത് അതല്ല വലിയ ചാപ്റ്റർ എന്ന്. പക്ഷെ അതിനുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള പാത്ത് ഉണ്ട്, ഒരു പാത്ത് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ആ ഒരു പ്ലാനിൽ പോയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യും, കുറെ ദിവസം അതിന്റെ മേലെ നിൽക്കും, പിന്നെ ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ആയി പോകും, ഒരു ചില ചാപ്റ്റർ തൊടാനേ പറ്റുള്ള, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ സ്റ്റഡി, നിങ്ങളെ റിവിഷൻ കംപ്ലീറ്റ്ലി റൂയിൻ ആയി പോകും. സോ ഓരോ ചാപ്റ്ററും നമുക്ക് എത്ര ദിവസം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ആദ്യം നോക്കാം. സോ ലെറ്റ് us start. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ്, പിന്നെ ITF അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഈ രണ്ട് ചാപ്റ്റേഴ്സിനും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡേ എന്ന് പറഞ്ഞാൽ 1 day ആണ്. ഒരു സിംഗിൾ ഡേയിൽ നിങ്ങൾ ആ ചാപ്റ്റർ കവർ ചെയ്യാൻ വേണ്ടി, ഒരു ഹോൾ ഡേ ഒരു സിംഗിൾ ഡേയിൽ നിങ്ങൾ ആ ചാപ്റ്റർ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ കൂടുതൽ ടൈം നിങ്ങൾ അതിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആ ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കുന്ന ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫെമിലിയർ ആയിരിക്കും. ഫെമിലാരിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നീട് മൂന്നാമത്തെയും 4ാമത്തെ ചാപ്റ്റർ ആണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അതിന് നിങ്ങൾ 2 days കൊടുത്തു. 2 ദിവസം അത് കുറച്ച് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പറയുന്ന കേട്ടോ. പിന്നെ 5ാമത്തെ ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു 8 ചാപ്റ്ററിൽ നിങ്ങൾ 2 ദിവസം എന്തായാലും മാറ്റി വെക്കണം. ഓക്കെ, അടുത്തത് ഡെറിവേറ്റീവ്സ്. അതിന് നിങ്ങൾ 2 days, കാരണം ഇത് കൺഫ്യൂസിംഗ് ആണ്. ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് നിങ്ങൾ എന്താക്കുക, 2 days. നമുക്ക് സെക്കൻഡ് ലെങ്തിയസ്റ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ, ഓക്കെ, ഈ ആപ്ലിക്കേഷൻ, ഈ ഡിഫറൻസിയേഷൻ കേട്ടോ, സെക്കൻഡ് ലെങ്തിയസ്റ്റ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ലെങ്തിയസ്റ്റ് ചാപ്റ്റർ ഇന്റഗ്രേഷൻ ആണ്, അതേപോലത്തെ ലെങ്തി ചാപ്റ്റർ ആണ് ഇത്. അതുപോലത്തെ ഒരു ചാപ്റ്റർ ആണ് ഇവിടെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവും. ഓക്കെ, 2 ദിവസം വേണ്ടി വരും. അത് എന്തുകൊണ്ടാണ് അവിടെ 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിക് ശരിക്കും അവിടെ 3 എക്സസൈസേ ഉള്ളൂ. ബട്ട് അതിന് 3ാമത്തെ എക്സസൈസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 ദിവസം വേണ്ടി വരും. മിസ്സെലീനിയസ് ഒക്കെ വരുന്നുണ്ട്, അതിലേക്ക് വരുന്നുള്ളൂ നമ്മൾ കേട്ടോ. സോ ഇന്റഗ്രൽസ് ആണ് അടുത്ത നമ്മുടെ 7th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അതിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാറേ ഇന്റഗ്രൽസ് പേടിയാണെന്ന് പറയുന്ന മക്കളുണ്ട്. സോ ഒബ്വിയസ്ലി ഏറ്റവും വലിയ ചാപ്റ്റർ. ഓക്കെ, 3 ദിവസം എന്തായാലും അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഈ 2 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. അതിന് 2 days. ആക്ച്വലി നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്റഗ്രൽസിന്റെ ബാക്കിയായിട്ട് ഇന്റഗ്രൽസ് അറിയാതെ ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റില്ല. AOI and അതേപോലെ DE, ഈ 2 ചാപ്റ്റേഴ്സ്. AOI ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ്. നമ്മൾ ഫുൾ എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് AOI സാറ് ചുരുക്കപ്പേരിട്ടതാണ്. AOI DE പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 2 ദിവസം മാത്രം അതിന് മാറ്റി വെക്കുക. പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട 2 ചാപ്റ്റേഴ്സ്, കാൽക്കുലസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് വെക്ടർ അതേപോലെ 3D. അതിനും 2 days നിങ്ങൾ എന്താക്കുക, സ്പെൻഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് LPP ആൻഡ് പ്രോബബിലിറ്റി. ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ LPP വളരെ കുറഞ്ഞ സമയം മതി പഠിക്കാനും. പ്രോബബിലിറ്റി നിങ്ങൾ എന്താക്കുക, ഒരു ഹാഫ് ഡേ കൊണ്ട് നിങ്ങൾക്ക് LPP കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോബബിലിറ്റി നിങ്ങൾ എന്താക്കുക, കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്താക്കുക പഠിക്കുക. അതിനും 2 days നിങ്ങൾ എന്താക്കുക, സ്പെൻഡ് ചെയ്യുക. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു 16 days, നിങ്ങൾക്ക് ഒരു 16 ദിവസം കൊണ്ട് നമ്മുടെ മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. പക്ഷെ ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ +1 ഉണ്ടായിരിക്കണം മാത്സിനെ കുറിച്ച്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരും. ഇനി അങ്ങനെ ബേസിക്സ് അറിയാത്ത മക്കളുണ്ടെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതാണ്. നോക്കുക, അപ്പൊ നമ്മൾ പറഞ്ഞ ഈ 16 days എന്ന് പറയുന്നത് മാത്സിന് മാത്രമുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 4 സബ്ജക്റ്റിനും 16 days വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനില്ല. ഒരു ദിവസം പോലും വിശ്രമിക്കാനില്ല. നമുക്ക് 16 into 4 64 days അങ്ങനെയായി. ഓക്കെ, സോ ഒരു ഡേ പോലും നിങ്ങൾക്ക് ഇനി വേസ്റ്റ് ചെയ്യാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇത് തന്നെ വളരെ ടൈറ്റ് അല്ലേ? നോക്കൂ, ഇതിന് ഇത്ര ദിവസം എന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും സാർ ഇന്റഗ്രേഷൻ എനിക്ക് ഒരു ദിവസം കൂടി കൂടുതൽ വേണം എന്നൊക്കെ തോന്നും. ബട്ട് ഒരു ദിവസം കൂടി കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ല ഗൈസ്. ഓക്കെ, പക്ഷെ അങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. പക്ഷേ സാർ ഇങ്ങനെ ഡേയ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയാൽ ശരിയാവും. ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചില ചാപ്റ്റർ എളുപ്പമുള്ള ഉണ്ടാവും. മീൻസ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എനിക്ക് അതിന്റെ ആവശ്യമില്ല സാർ, എനിക്കത് ഓക്കെയാണ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, എനിക്ക് ഇന്റഗ്രേഷൻ ആണ് ആവശ്യമുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ടൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ഡേ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റഗ്രേഷനിൽ കുറച്ച് പറ്റുകയാണെങ്കിൽ ഇന്റഗ്രൽസിന് കൊടുക്കാം. പക്ഷെ
ഫോളോ ചെയ്യേണ്ട ഒരു പാത്ത്. നമ്മൾ ഈ ജസ്റ്റ് ഡേയ്സ് പറഞ്ഞു പോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഫോളോ ചെയ്യേണ്ട ഒരു പാത്ത്. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആണ്. ഞാൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആദ്യം പഠിക്കട്ടെ, പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കട്ടെ. സോ മാത്സ് റിവിഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാത്സിന് വലിയൊരു ഐഡിയ ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഈ ഓർഡറിൽ നിങ്ങൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ പറയാൻ പോകുന്നത് ഏത് ഓർഡറിൽ പഠിക്കണമെന്നാണ്. സോ ചാപ്റ്റർ ഓർഡർ, നമ്മൾ പഠിക്കേണ്ട ഓർഡർ, ഈ ഓർഡറിൽ നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പല മക്കളുടെയും കൺഫ്യൂഷൻ ആണ്, ഞാൻ ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം. സോ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാറേ ഒന്ന് പറഞ്ഞു കൊടുത്തേ. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ചില കുട്ടികൾ ഇന്റഗ്രേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആണല്ലോ, അത് ആദ്യം പഠിക്കാന്നൊക്കെ വിചാരിക്കും. ബട്ട് ഇന്റഗ്രേഷൻ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ അകത്ത് ഡിഫറൻസിയേഷൻ ആവശ്യമുണ്ടെന്നുള്ളത്. ഡിഫറൻസിയേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് കുറെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഉണ്ടെന്നുള്ളത്. സോ കംപ്ലീറ്റ്ലി ആ പ്ലാൻ തന്നെ നിങ്ങളത് സ്പോയിൽ ആയി പോകും, റൂയിൻ ആയി പോകും. സോ ഒരിക്കലും നിങ്ങൾ വലിയ കാൽക്കുലസ് പോലത്തെ വലിയ ചാപ്റ്റർ തുടങ്ങാതിരിക്കുക. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് പോലത്തെ ഒരു ഈസി ആയിട്ട് ഇവിടെ ആദ്യം ഈ ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് വെക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഡേ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. 2 ഡേ ആണ് നമ്മൾ പറഞ്ഞതെങ്കിലും ഒരു ഡേ കൊണ്ട് പഠിച്ചു തീർക്കുമ്പോൾ ആ ഒരു ഡേ എന്താക്കാൻ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഇന്റഗ്രൽസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം, കാരണം അതുമായിട്ട് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ബേസ് എന്ന് പറയുന്നത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് മെട്രിക്സ്. ഇതിൽ പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിക്സസ്. പിന്നെ മെട്രിക്സിൽ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കേണ്ടത്, ചാപ്റ്ററിന്റെ കണ്ടന്റിനെ പറ്റി ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മീൻസ് അത് മൊത്തം ഡിസ്കസ് ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോകും. സോ നമുക്ക് നേരെ ഡിറ്റർമിനൻസിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നിങ്ങൾ എന്താക്കുക, കൃത്യമായിട്ട് പഠിച്ചേക്കുക. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അത് നമ്മൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിന്റെ വീഡിയോസ് ഇടുമ്പോഴും ഓരോ ചാപ്റ്റർ എന്തൊക്കെ പഠിക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ വെക്ടർ 3D ടെക്സ്റ്റ് ബുക്കിൽ എത്രയോ ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റർ ആണ്. ബട്ട് മെട്രിക്സ് ഡിറ്റർമിനന്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ വെക്ടർ 3D കവർ ചെയ്യുക. മെട്രിക്സ് ഡിറ്റർമിനന്റ് പോലെ തന്നെയുള്ള ചാപ്റ്റർ ആണ്. മീൻസ് മെട്രിക്സിന്റെ ഡിറ്റർമിനൻസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരേപോലത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററുകൾക്കെല്ലാം വലിയൊരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഒരുപാട് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസോ ഒന്നും വരുന്നില്ല. സോ അപ്പം മീൻസ് നിങ്ങൾ അന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിലും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പോലും പറ്റുന്ന ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് ആണിത്. ഇതാണ് നമ്മൾ പറയുന്നത് ബേസിക് കാൽക്കുലേഷൻസ്. ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് സംഭവം സെറ്റ് ആണ്. ഈ ചാപ്റ്റേഴ്സ് ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷനിലേക്ക് ഒരുപാട് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഇതൊക്കെ ആവശ്യമുണ്ട്. മീൻസ് നിങ്ങൾ +1 പഠിച്ച കുറെ കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ചാപ്റ്ററുകളിലൊക്കെ ആവശ്യമുണ്ട്, ഏത് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷനിലൊക്കെ. ബട്ട് ഇതിന്റെ അകത്ത് പ്യൂർ നമുക്ക് ആദ്യമായിട്ട് പഠിച്ചു കൊടുക്കുന്ന ഒരു കുട്ടിക്ക് വരെ എളുപ്പത്തിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്റർ ആണ് ഈ മെട്രിക്സ് ഡിറ്റർമിനന്റ് വെക്ടർ 3D. Yes. Okay. ഇനി നമുക്ക് മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ്, LPP ആൻഡ് പ്രോബബിലിറ്റി. അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് ആണ്. LPP വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അതേപോലെ പ്രോബബിലിറ്റി എന്താക്കുക, നിങ്ങൾക്ക് അത്യാവശ്യം ലോജിക്കലി ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. +1 പ്രോബബിലിറ്റിയും അതേപോലെ പെർമുറ്റേഷൻ ഒക്കെ കൃത്യമായിട്ട് കത്തുന്ന മക്കളാണ് നിങ്ങൾക്ക് പ്രോബബിലിറ്റി, +2 പ്രോബബിലിറ്റി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇതും നിങ്ങൾ എന്താക്കുക, ഈ ഒരു ഓർഡറിൽ മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് LPP ആൻഡ് പ്രോബബിലിറ്റി. ഒരു സ്കെയിലും പെൻസിലും ഉണ്ടെങ്കിൽ LPPന്റെ മാർക്ക് സെറ്റ് ആണ് മക്കളെ. അതോ അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് LPP എപ്പോഴും ചോദിക്കാറ്. ഓക്കെ, സോ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഒരു 2 ചാപ്റ്റേഴ്സ് കൂടി ഉണ്ട്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആൻഡ് ITF ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അതായത് ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്താക്കുക, പിന്നീട് അതായത് 4ാമത്തെ സെറ്റിലായിട്ട് പഠിക്കുക. ഇതും കൂടി പഠിച്ചു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് വലിയ മെജോറിറ്റി ഓഫ് ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ കുറച്ച് +1 നമ്മൾ പഠിച്ച റിലേഷൻസിന്റെയും ഫംഗ്ഷൻസിന്റെയും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് +1 അത് ഓക്കെ ആയിട്ടും മീൻസ് +1 ചിലപ്പോൾ അത് അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആവാൻ സാധ്യത. നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ ആദ്യം തുടങ്ങുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. ഈ 2 ചാപ്റ്റർ ആക്ച്വലി പറയുകയാണെങ്കിൽ +1 നേരെ ഇങ്ങോട്ട് വരുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. അതായത് ട്രിഗ്നോമെട്രിയുടെ കണ്ടിന്യൂഷൻ ആണ്, ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റും. സോ ട്രിഗ്നോമെട്രി ITF പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താക്കുക, ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിന്റെ യൂസ് നിങ്ങൾ അടുത്ത സെറ്റിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുക. തീർച്ചയായിട്ടും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നിങ്ങൾ കുറെ സിംപ്ലസ്റ്റ് ഫോമുകൾ പഠിക്കുന്നുണ്ട്. നോട്ട് ദ പോയിന്റ്, സിംപ്ലസ്റ്റ് ഫോം കുറെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററുകളിൽ ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ പ്രത്യേകിച്ച് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എല്ലാം ക്ലിയർ, ട്രിഗ്നോമെട്രിക് കുറെ ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷനിലേക്ക് പോകുന്നതെന്ന് ഉറപ്പിക്കാം. ഇതെല്ലാം നോൺ കാൽക്കുലസ് ചാപ്റ്റേഴ്സ് ആണ് സാറേ. അതായത് നിങ്ങൾ പല മക്കൾക്കും കാൽക്കുലസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതേപോലെ ഇതും പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഇത്രയും ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ, അതായത് കാൽക്കുലസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ഇത്രയും ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 45 to 47 മാർക്സിന്റെ അടുത്ത് അത് ഓപ്ഷൻ വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും 47 മാർക്സ് ആണ് ലാസ്റ്റ് ഇയർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് വന്നത്. 47 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇത്രയും ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടെന്നുള്ളതാണ്. 40 മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി നമുക്ക് കാൽക്കുലസിലേക്ക് പോകാം. ഇനിയാണ്
മെയിൻ ഇതിന്റെ ഇതൊക്കെ മെയിൻ തൊടാതെ തന്നെ 60ൽ ഒരു 47 ഒരു എ ഗ്രേഡ് വാങ്ങാനുള്ള സംഭവം. ഇനി പല മക്കൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഒന്നും, അതായത് 60ൽ 47 വന്നാൽ ആകെ 13 മാർക്കാണോ കാൽക്കുലേഷൻ ചോദിക്കും സാറേ. അങ്ങനെയല്ല ഓപ്ഷൻ അടക്കം 80 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതായത് 33 മാർക്സിനോളം അല്ലെങ്കിൽ 33 to 35 മാർക്സിന് കാൽക്കുലസ് എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. അല്ലാതെ ഇവർ വിചാരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, ബട്ട് അത് ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് തൊടാതെ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 45 മാർക്സോളം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനിയാണ് സാഗരം പോലെ കിടക്കുന്ന കാൽക്കുലസ് സ്റ്റാർട്ട് ആവുന്നത്. കാൽക്കുലസിലെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. സാറേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ ആണെങ്കിലും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ല സാർ. തീർച്ചയായിട്ടും എത്ര ഡിഫിക്കൽട്ട് ആണ്, എത്ര അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ കണ്ടിന്യൂറ്റി ഇത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. കാരണം ഈ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അതിന്റെ പേര്. കണ്ടിന്യൂറ്റി ആകെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഒരു എക്സസൈസ് മീൻസ് 10% മാത്രമേ ഉള്ളൂ കണ്ടിന്യൂറ്റി. 5.1 മാത്രമേ ഉള്ളൂ. 5.1 എക്സസൈസ് 5.1 മാത്രമേ ഉള്ളൂ. ബട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 100% പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. അതിന് ഡിഫറൻസിയേഷൻ ഒന്നും ആവശ്യമില്ല. ബേസിക് കുറച്ച് ഫംഗ്ഷനെ പറ്റിയിട്ടൊക്കെ ചെറിയ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഫംഗ്ഷൻ ആയിരിക്കും, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഫംഗ്ഷൻ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പിന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോർഷൻ ആണ് ഈ കണ്ടിന്യൂറ്റി. യെസ്, പിന്നെ വരുന്നു ഡിഫറൻഷ്യബിലിറ്റി, അതേപോലെ തന്നെ അതിലും പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഒരു കാര്യം പറഞ്ഞു സാറേ, ഇതും കൂടി അറിയാണെങ്കിൽ ഇവർക്ക് ഏകദേശം 50 മുകളിൽ മാർക്ക് ആവും. 50 മുകളിൽ മാർക്ക് 50 മാർക്ക് വന്നാൽ തന്നെ അവർ +1 50 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റേണൽ ഫുൾ മാർക്ക് ആണെങ്കിൽ ഇന്റഗ്രൽസിലേക്ക് നമ്മൾ എത്തിയിട്ട് പോലുമില്ല. A+ വകുപ്പ് എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കും ബോണസ് ആയിട്ട് മാറുന്നു. പക്ഷെ ഇന്റഗ്രൽസ് പഠിക്കാതെ നിങ്ങൾ പോകരുത്. നമ്മൾ ഭാവിയിലേക്കുള്ള കുറെ പ്രശ്നങ്ങൾ ഇന്റഗ്രൽസ് പഠിച്ചിട്ടില്ലെങ്കിൽ വരും. നിങ്ങൾ ഭാവിയിൽ മാത്സ് പെർസ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇന്റഗ്രൽസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ അടുത്തായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ഡിഫറൻഷ്യബിലിറ്റി കഴിയുമ്പോൾ നേരെ വരുന്നത് ഡിഫറൻഷ്യബിലിറ്റി കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. കണ്ടിന്യൂറ്റി കഴിഞ്ഞാൽ പിന്നെ കുറെ എക്സസൈസുകളുണ്ട്. അതിൽ ഏതെന്ന് ചോദിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ന്യൂ പാറ്റേൺ അനുസരിച്ച് നമുക്കൊന്നും പറയാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ന്യൂ പാറ്റേണിൽ മിസലേനിയസ് ക്വസ്റ്റ്യൻ വരെ മെട്രിക്സ് വരെ മിസലേനിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ ചെയ്യണം നമുക്ക് ലാസ്റ്റിലേക്ക് ഡിസ്കസ് ചെയ്യാം സാറേ. യെസ്, സോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് അടുത്ത ചാപ്റ്റർ. ഇതും അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ് സാറേ. അതായത് ലാസ്റ്റ് മാക്സിമ ആൻഡ് മിനിമം വരുമ്പോൾ വലിയ എക്സസൈസും കാര്യങ്ങളും, അതായത് 3 എക്സസൈസേ ഉള്ളൂ. ബട്ട് മൂന്നാമത്തെ എക്സസൈസ് മാക്സിമം മിനിമം വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഭയങ്കര ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് ലെങ്തി ആയിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ഉള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. വിചാരിക്കരുത്. ഫസ്റ്റ് പാർട്ട് NCERT ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് വരുന്നത് ഈ മാക്സിമം മിനിമം ആണ്. NCERT നിങ്ങൾക്ക് 2 പാർട്ട് ഉണ്ടല്ലോ. സോ അതിലെ ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ടോപ്പിക് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് മാക്സിമം മിനിമം. ഇതിൽ പക്ഷേ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻക്രീസും ഡിക്രീസും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പക്ഷേ മാക്സിമം ആൻഡ് മിനിമം എത്തുമ്പോൾ അതിലെ വേർഡ് പ്രോബ്ലംസ് നിങ്ങളെ കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയാണ് നമ്മൾ എടുക്കാൻ പോകുന്ന കിങ് ആയിട്ടുള്ള നമ്മുടെ +2 മാത്സ് ഇന്റഗ്രൽസ്. സോ ഇതിൽ നിന്ന് എവിടുന്ന് ചോദ്യം ചോദിക്കും, എങ്ങനെ ചോദ്യം ചോദിക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, ഡെഫിനിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇൻഡെഫിനിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡെഫിനിറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ഇൻഡെഫിനിറ്റ് ഇങ്ങനെ സാഗരം പോലെ കിടക്കുകയാണ്. ഒരു 8-9 എക്സസൈസ് അതിനകത്ത് ഉണ്ട്. അതായത് 2-3 ചാപ്റ്റർ ചേർത്ത് വെച്ചാൽ അത്രയും വലുപ്പമുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റർ ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആകെ 3 എക്സസൈസ് ഉള്ളത്. ബട്ട് അതിൽ ചില എക്സസൈസിലെ ചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ബട്ട് ഇതിൽ ആവറേജ് എല്ലാത്തിലും 20 ചോദ്യങ്ങളുള്ള 20 അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളുള്ളതുണ്ട്. സോ ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ചാപ്റ്റർ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ ലൈവുകളിലും നമ്മൾ പറയുന്നതാണ് എങ്ങനെ നമുക്ക് ഇന്റഗ്രേഷൻ മീൻസ് 20 ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന പരിപാടിയല്ല. പക്ഷേ മീൻസ് നമ്മൾ കൊല്ലം തുടക്കം മുതൽ വിചാരിച്ചാൽ പോലും പറ്റില്ല. പിന്നെ 2 മാസം കൊണ്ട് വിചാരിച്ചാൽ തീരെ പറ്റില്ല. സോ ആ 20 ചോദ്യങ്ങളിൽ ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. മീൻസ് ആ ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ 20 ചോദ്യങ്ങൾ ചെയ്ത പോലെയാണ്. അപ്പൊ അതേപോലത്തെ ചോദ്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ലൈവുകളും ഒക്കെ നമ്മളത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും അതേപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിനെ പറ്റി കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണ ഞാനിപ്പോ മാറ്റിത്തരാം. ഒരുമിച്ച് പഠിക്കുന്ന ഒരുമിച്ച് പഠിക്കാം. അതിനുള്ള കാരണം കൂടി സാർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനെ പറ്റി ഞാൻ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരാം. സർ, ഇന്റഗ്രേഷൻ ഒന്നും പഠിക്കാതെ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ പഠിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും. ഓക്കെ, ഇന്റഗ്രേഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു 2-3 ഫോർമുലകളും +1 നിങ്ങൾ പഠിച്ച കുറെ കേവുകളുണ്ട്, കുറെ ചിത്രങ്ങൾ, ആ ഗ്രാഫുകളും അറിയാമെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ വലിയൊരു ഐഡിയ ഇല്ലാതെ തന്നെ മീൻസ് ഇന്റഗ്രേഷനിലെ
100% ഒരു ഇന്റഗ്രേഷന്റെ വെറും ഒരു 5-10%, 5%-10% അറിയുന്ന ഒരു കുട്ടിക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ തീർച്ചയായിട്ടും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ പഠിക്കുന്നില്ല, അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യരുത്. കാരണം ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഏതാണ്ട് ഒരു 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പൊ ആ മാർക്ക് ഇന്റഗ്രേഷൻ പഠിക്കാതെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അത് നോട്ട് ചെയ്ത് നോക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പിന്നെ ഇന്റഗ്രേഷൻ പഠിക്കാതെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, ഓർഡർ ആൻഡ് ഡിഗ്രി, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആ 1 മാർക്ക് പഠിക്കാം. ആ 1 മാർക്ക് പഠിക്കാൻ വേണ്ടി ഒരു പണിയില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഓർഡർ ഡിഗ്രി മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാം. പക്ഷെ പിന്നീട് വരുന്നത് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇന്റഗ്രൽസ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. അതും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് വളരെ കുറച്ച് ഇവിടെ നോക്ക്. ഇതേപോലെ നിങ്ങൾ എല്ലാ ചാപ്റ്ററും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാവും. സോ അതൊക്കെ പിക്ക് ചെയ്തെടുക്കുക അവിടെ നിന്നൊക്കെ. സോ ഇന്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചില്ല, ഇന്റഗ്രേഷൻ പഠിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എനിക്ക് തലയിൽ കയറുന്നില്ല, ഓക്കെ, തീർച്ചയായിട്ടും ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോകും, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ പോകില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു 1 മാർക്ക് നമുക്ക് ഇങ്ങോട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെയും കുറെ സാധനങ്ങൾ ഉണ്ട്, അതൊക്കെ ആ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ പറയാം. ലൈക്ക് ഹോമോജീനിയസ് എന്നുള്ള വേർഡ് കണ്ടാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ മറ്റേ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. സോ കംപ്ലീറ്റ്ലി ആ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് 1-2 മാർക്കൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ തോണ്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ എന്താക്കുക, ഈ ഒരു ഓർഡറിൽ ഫോളോ ചെയ്താൽ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ട് നമ്മൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഈ പാറ്റേൺ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരാണ്ട്. ആ കോൺഫിഡൻസ് നിങ്ങളെ ഇന്റഗ്രൽസും അതേപോലെ തന്നെ വലിയ വലിയ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പ്രാപ്തരാക്കും. ആദ്യം തന്നെ നിങ്ങൾ ഇന്റഗ്രേഷനോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ എടുത്തിട്ട് അതിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടും വല്ലാതെ ഡ്രോപ്പ് ആയി പോകും. അപ്പൊ ആ കോൺഫിഡൻസ് നിങ്ങൾ എന്താക്കണം, ഗെയിൻ ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളത്. അതായത് ഒരിക്കലും നിങ്ങൾ എന്താക്കരുത് എന്ന് വിചാരിച്ചു. എക്സാം ഹാളിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ പാനിക് ആവരുത്. നിങ്ങൾക്ക് ഈ ഓർഡറിലല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി പോകുന്നത്, അത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ ആദ്യം തന്നെ വരണം എന്നില്ല. നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത, ഒന്നും അറിയാത്ത, നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ആദ്യം തന്നെ ഉണ്ടാവുക. ബട്ട് പാനിക് ആവരുത്. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും, നിങ്ങൾ പഠിച്ചു വെച്ച ചോദ്യങ്ങൾ, നിങ്ങൾ പഠിച്ചു പോയ ചാപ്റ്റേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് നോക്കിയെടുത്ത് തപ്പിപ്പിടിച്ച് അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന ഈ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വീഡിയോസും ലൈവുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ലൈവിൽ ഇരുന്ന് കൃത്യമായിട്ട് NCERT ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. മിസലേനിയസ് ക്വസ്റ്റ്യൻ നല്ല വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ്, ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ് പറയട്ടെ, ലാസ്റ്റ് ബട്ട് വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് ഇങ്ങനെ പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ആൻ, ഇതൊക്കെ ഇത്ര ടൈറ്റ് ആയിട്ട് പഠിക്കാന്ന് ഇറ്റ് ഇസ് നോട്ട് ആൻ ഈസി ജോബ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. സോ അതിന് നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളെ കുറെ ശീലങ്ങൾ ഉണ്ടാവും, നിങ്ങളെ കുറെ ശീലങ്ങൾ നിങ്ങൾ മാറ്റേണ്ടി വരും. ഫസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങളൊരു ഡേ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് മൊത്തം നിങ്ങളുടെ ശീലങ്ങളൊക്കെ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യും. ഇതിൽ പല പല ശീലങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഫോണിൽ കുറെ നേരം നോക്കിയിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വേറെ ടി വി സോഷ്യൽ മീഡിയയിൽ കുറെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. സോ അതിൽ നിങ്ങൾക്ക് എക്സാമിന് യൂസ് ആവാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സ്ട്രൈക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങളെ ഡെയിലി ലൈഫിൽ നിന്ന് ഈ എക്സാം ആവുന്നത് വരെ നിങ്ങൾ അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, അവര് ഈ പോയിന്റ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എണീക്കുമ്പോൾ, രാവിലെ മോർണിംഗ് എണീക്കുമ്പോൾ കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ റിവിസിറ്റ് ആയിക്കൊണ്ട് നമുക്ക് അതൊരു ശീലം, ഒരു ഹാബിറ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഒരു 3 മന്തിലേക്ക് എക്സാം കഴിയുന്നത് വരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളെ ലൈഫ് ഒന്ന് മാറ്റിയെടുക്കുക. അല്ലാതെ ഇത് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല, 100% ഉറപ്പ് പറയുന്നു. സോ നിങ്ങൾ ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, സമയവും അതേപോലെ തന്നെ ഡേയും കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ മാത്സിനെ കുറിച്ച്, മാത്സിന്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറേ, ഇവർക്ക് ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് പിന്നെയും 2 വീക്സ് കഴിഞ്ഞിട്ടാണ് മാത്സ് എക്സാം വരുന്നത്. സോ മാത്സിന് പിന്നെയും സമയം വരുന്നുണ്ട്, അത് നമ്മൾ ഇവിടെ കാൽക്കുലേഷനിൽ എടുത്തിട്ടേ ഇല്ല. സോ നിങ്ങൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്സിൽ പക്ഷേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ കിട്ടേക്കാം. ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു ലൈവിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.